സൗത്ത് കേരള ഡയോസിസിൻ്റെ തിരുവനന്തപുരം കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ദൈവവചനത്തിന് മുൻപിലായിരിക്കാൻ വലിയവനായ ദൈവം അടിയനും നൽകിയ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇവിടെ വായിച്ചു കേട്ട വേദഭാഗമാണ് ഈ രാത്രിയിലെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ച് കേട്ടത്. അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 33 വേഴ്സസ് 4 to 11. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോടുകൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം മടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയായും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. താൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്നവൻ ചോദിച്ചതിന് യജമാനൻ എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു. അങ്ങനെ അവനത് വാങ്ങി. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുമ്പായി നടക്കാമെന്ന് പറഞ്ഞു. അവനോട്, കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുമ്പായി പോയാലും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മരണനിഴലിൻ താഴ്വാരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളാലിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമൻ അന്ത്യം വരെ. കരളാലിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമൻ അന്ത്യം വരെ. വിശ്വാസ ജീവിത പാടകില്ല, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു ഞാൻ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. വിവിധ ഇടങ്ങളിലായിരുന്നു ഞങ്ങളെ കർത്താവെ ഈ വചനകൂടാരത്തിൽ കൂട്ടിവരുത്തുക. അങ്ങയുടെ കരുണയ്ക്കായി ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, അങ്ങയുടെ വചനം സന്ധിമജ്ജകളെ തുളച്ചു കയറുന്നതും ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളിനേക്കാൾ കാഠിന്യമേറിയതും സന്ധിമജ്ജകളെ തുളച്ചു കയറുന്നതുമാകിയാൽ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അത് കർത്താവെ വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദമാകിയാൽ നന്ദിയോടെ സ്തുതി. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാകിയാൽ നന്ദിയോടെ സ്തോത്രം. അത് കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദമാകിയാൽ ഹല്ലേലൂയ. ഈ രാത്രിയും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ഈ വചനകൂടാരത്തിന് തണലിൽ അങ്ങയുടെ ശബ്ദത്തിന് കാതോർക്കുമ്പോൾ തമ്പുരാനെ, ഹൃദ്യമായി നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയന്റെ ശബ്ദമല്ല, അങ്ങയുടെ ശബ്ദം അടിയനും നിന്റെ മക്കളും ഒരുപോലെ ശ്രവിപ്പാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഹൃദയത്തിലെ ധ്യാനം അങ്ങയ്ക്ക് പ്രസാദകരമാകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തിരുമേനിക്കായി ഔദ്യോഗിക ചുമതലക്കാർക്ക്
മക്കൾക്കായി, കർത്താവെ ഗായക സംഘത്തിനായി, ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തിനായി, പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി നന്ദിയോട് സ്തോത്രം, സുവിശേഷകർക്കായി സ്തുതി. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അടിയന്റെ ശബ്ദമല്ല കർത്താവെ, നിന്റെ ശബ്ദം അടിയനും നിന്റെ മക്കളും ഒരുപോലെ ശ്രവിപ്പാനിടയാക്കണമേ. അടിയന്റെ നാവോടുകൂടെ ഇരിക്കണമേ. അരുതാത്ത ഒന്നും പറയാതെ വണ്ണം അടിയന്റെ അതരത്തെയും ഹൃദയത്തെയും കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഹൃദയത്തിലെ ധ്യാനം അങ്ങയ്ക്ക് പ്രസാദകരമാകണമെന്ന് ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. മനസ്സലിയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു കൂടിക്കാഴ്ചയുടെ അനുഗ്രഹീതമായ ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. 20 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിലുള്ള കൂടിക്കാഴ്ചയാണ് ഏശാവും യാക്കോബും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒരു വശത്ത് ഉള്ളിൽ നീറിപ്പുകയുന്ന പകയുമായി ജീവിക്കുന്ന ഏശാവ്, മറുവശത്ത് ഏതു നിമിഷവും കൊല്ലപ്പെടാം എന്ന ഭയത്തോടെ തൻ്റെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്ന യാക്കോബ്, താൻ വഞ്ചിച്ച, താൻ ചതിച്ച സഹോദരനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ഭയത്തോടെ നിൽക്കുന്ന യാക്കോബ് ഒരു വശത്ത്, മറുവശത്ത് 400 ആളുകളുമായി തന്നെ എതിരേൽക്കാൻ വരുന്ന ഏശാവ് ഒരു വശത്ത്. ലോകത്തിൻ്റെ യുക്തി അനുസരിച്ച് പ്രതികാരത്തിൻ്റെ തീപാറുന്ന അനുഭവമാണ് ഏവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്നിൻ്റെ ലോകം ആഗ്രഹിക്കുന്നത് സമാധാനമല്ല, പിന്നെയോ പ്രതികാരത്തിൻ്റെ തീയുടെ അനുഭവമാണ് ഈ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും കൂടിക്കാഴ്ചയിൽ അന്നത്തെ സമൂഹം നോക്കി നിൽക്കുന്നത്. തീപാറുന്ന ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ അനുഭവമാണ്. എന്നാൽ യാക്കോബിൻ്റെ ഭയത്തെ പ്രത്യാശയായും ഏശാവിൻ്റെ പ്രതികാരത്തെ സ്നേഹമായും പരിണമിപ്പിച്ച ദൈവകൃപയെ നാം വിസ്മരിച്ചു പോകരുത്. നാം ഓർത്തിരിക്കണം, ഏതു പ്രതികാരത്തെയും മാറ്റാൻ കഴിയുന്ന, ഏത് പ്രതിസന്ധിയെയും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവകൃപയുടെ തണലിലാണ് ഈ രാത്രി നാം ദൈവവചനം കേൾക്കുവാൻ അടുത്ത് വന്നിരിക്കുന്നത്. ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും അനുരഞ്ജനത്തിൻ്റെ സന്ദേശത്തിന് മുൻപ് നിശ്ചയമായും നാം ഓർത്തിരിക്കേണ്ടത് ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ശത്രുതയുടെ കാരണമെന്ത് എന്നുള്ളതാണ്. അത് ബാല്യകാലത്ത് ആരംഭിച്ചതാണ്. സിബ്ലിങ്സ് റൈവലറി എന്നത് എല്ലാ കാലവും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള അനുഭവമാണ്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം വായിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്നത് ഏശാവാണ്. അതിൻ്റെ പിന്നാലെ വന്ന യാക്കോബിനെ കുറിച്ച് 25 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ഇങ്ങനെ മനോഹരമായി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അപ്പോൾ അവന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചിരുന്നു എന്ന് രേഖപ്പെടുന്നു. അപ്പോൾ ജനിച്ചു വീണപ്പോഴേ പുള്ളി കുതികാൽ പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 29 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ, അതിന്റെ താഴേക്ക് 29 മുതൽ 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കൽ യാക്കോബ് ഒരു പായസം ഉണ്ടാക്കി. ഏശാവ് വെളിംപ്രദേശത്ത് നിന്ന് വരികയായിരുന്നു. ഏശാവ് തന്റെ സഹോദരനായ യാക്കോബിനോട്, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു, നീ ഉണ്ടാക്കിയ ആ ചുമന്ന പായസം എനിക്ക് കുറെ നൽകണം എന്ന് ആവശ്യപ്പെട്ടു. യാക്കോബ് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ പായസം നിനക്ക് നൽകാം, പക്ഷേ നിന്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് നൽകണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഏശാവ് അവിടെ പറയുന്നു, അയ്യോ, ഞാൻ എൻ്റെ ജ്യേഷ്ഠാവകാശം നിനക്ക് നൽകിയാൽ മരിക്കേണ്ടി വരുമല്ലോ. തുടർന്ന് ഏശാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാണ്? യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ജ്യേഷ്ഠാവകാശത്തെ അപഹരിച്ചെടുത്ത മനുഷ്യനാണ് യാക്കോബ്. വിശപ്പിനെ ചൂഷണം ചെയ്ത മനുഷ്യനാണ് യാക്കോബ്. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ വിശപ്പിനെ ചൂഷണം ചെയ്യുന്ന, അന്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന അനേക മനുഷ്യർ സഭയിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട് എന്നത് നിസ്തർക്കമാണ്. ഇത് മനോമുകുരത്തിൽ മറക്കാതെ കുറിച്ചിടേണ്ട വാചകമാണ്. നിശ്ചയമായും ഇന്ന് മനുഷ്യന്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുന്ന, വിശപ്പിനെ ചൂഷണം ചെയ്യുന്ന അനേക മനുഷ്യരുണ്ട്. യാക്കോബിനെ കുറിച്ച് കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ജ്യേഷ്ഠാവകാശത്തെ ചൂഷണം ചെയ്തവൻ, വിശപ്പിനെ ചൂഷണം ചെയ്ത മനുഷ്യൻ.
വീണ്ടും ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം വായിക്കുന്നു, ഇസഹാക്ക് വൃദ്ധനായി ഒരു ദിവസം ഏശാവിനെ വിളിച്ചു, മകനെ. അവൻ അടിയൻ ഇതാ, അല്ലെങ്കിൽ അപ്പ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അവൻ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഏശാവ് പറയുന്നു, ഞാൻ നന്നാ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ കാഴ്ച മങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ വില്ലും പൂണിയും എടുത്ത് നീ പോയി വേട്ടയാടണം, ഏറെ രുചികരമായ ഭക്ഷണം എനിക്ക് നീ ഉണ്ടാക്കി നൽകണം, അത് വാങ്ങി ഭക്ഷിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നുള്ളതാണ് ഇസഹാക്ക് ഏശാവിനോട്, മൂത്ത മകനോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ റിബേക്ക ഒളിഞ്ഞു നിന്ന് ഓവർ ഹിയർ ചെയ്തു ഈ അനുഗ്രഹത്തെക്കുറിച്ചുള്ള കഥ. അവൾ തൻ്റെ ഇളയ മകനായ യാക്കോബിനോട് ചേർന്നൊരു കോലാടിനെ സുന്ദരമായി പാചകം ചെയ്ത്, ഏറെ രുചികരമായി പാചകം ചെയ്ത് ഇസഹാക്കിന് കൊടുത്ത് അനുഗ്രഹത്തെ തട്ടിയെടുത്തു. ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹത്തെ തട്ടിയെടുത്തു. പ്രിയപ്പെട്ടവരെ, ആരാണ് യാക്കോബ് എന്ന് ചോദിച്ചാൽ ജ്യേഷ്ഠന്റെ കുതികാൽ പിടിച്ചവനാണ് യാക്കോബ്. വിശപ്പിനെ ചൂഷണം ചെയ്തവനാണ് യാക്കോബ്. അനുഗ്രഹം അപഹരിച്ചെടുത്തവനാണ് യാക്കോബ്. ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയതിനെ നമ്മൾ നിസാരവൽക്കരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യാക്കോബിന്റെ ഇടപെടലുകൾ ഈ ശത്രുതയുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, ഈ തടസ്സങ്ങൾ മാത്രമല്ല ഇവരുടെ റൈവലറിക്ക്, ഇവരുടെ ശത്രുതയ്ക്ക് കാരണമായി തീർന്നത്. പിന്നെയോ, മക്കളെ ഒരുപോലെ കാണാൻ കഴിയാത്ത മാതാപിതാക്കളാണ് ഈ ശത്രുതയുടെ ആഴം വർദ്ധിപ്പിച്ചത് എന്നത് നാം വിസ്മരിച്ചു പോകരുത്. ഇസഹാക്കിന് ഇഷ്ടം ഏശാവിനെയായിരുന്നു, എന്നാൽ റിബേക്കയ്ക്ക് ഇഷ്ടം ആരെയായിരുന്നു എന്ന് ചോദിച്ചാൽ യാക്കോബിനെയായിരുന്നു. ഒരു വീട്ടിൽ മക്കളെ ഒരുപോലെ കാണേണ്ടവർ അവിടെ മക്കളെ ഭിന്നതയുടെ ആത്മാവിൽ അല്ലെങ്കിൽ വ്യത്യസ്തരായി കാണുന്നു. ഓരോരുത്തരെ ഇഷ്ടപ്പെടുകയാണ്. ഇന്ന് സഭയ്ക്കുള്ളിലും ഇതൊക്കെയുണ്ട്. ചിലരെ ഇഷ്ടമാണ്, ചിലരെ അല്പം ഇഷ്ടക്കുറവുമാണ്. ഇത് നാം പറയാതെ ഇരിക്കുന്നത് ശരിയല്ല. ഇന്ന് ഇത്തരത്തിൽ സഭകളിലെല്ലാം തന്നെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മക്കളെ ഒരുപോലെ കാണാൻ കഴിയാതെ പോയ മാതാപിതാക്കളാണ് ഏശാവും യാക്കോബും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ, ശത്രുതയുടെ ആഴം വർദ്ധിപ്പിച്ചവർ. വേദപുസ്തക താളുകളിലെ ഏറ്റവും സങ്കടകരമായ നിലവിളിയും നമുക്ക് ഈ പുസ്തകത്താളുകളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് യാക്കോബുമാരെയാണ് ഇഷ്ടം, ഏശാവുമാരെ അധികം ഇഷ്ടമില്ലാത്ത കാലമാണ്. യാക്കോബിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഏറെ പറയാനുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാമോ? നമ്മുടെ പ്രാർത്ഥനയല്ല അങ്ങനെയാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഏശാവിൻ്റെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ശാന്തമായി നാം ചിന്തിക്കണം. ശാന്തമായി നമ്മുടെ മനോമുഗ്രത്തിൽ പരിവർത്തനം ചെയ്യേണ്ട ഒന്നാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ ഏശാവ് പിതാവിനോട് ചോദിക്കുന്നത്, ഹൃദയമുള്ള ഒരാൾക്കും സജലങ്ങളായ കണ്ണുകളോടെ അല്ലാതെ ആ നിലവിളിയെ, ചങ്കുപൊട്ടിയുള്ള നിലവിളിയെ നമുക്ക് കേൾക്കാതിരിപ്പാൻ സാധിക്കുകയില്ല. അവിടെ ഏശാവ് പിതാവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ എന്നുള്ളതാണ്. വീണ്ടും അവൻ പറയുന്നു, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഏശാവ് പൊട്ടിക്കരഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 27-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം അവിടെ ആരംഭിക്കുന്നു ഏശാവിന്റെ ഉള്ളിലെ പകയുടെ അനുഭവം. അതിങ്ങനെ വായിക്കുന്നു, തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. എന്താണ് അപ്പനെ കുറിച്ചുള്ള വിലാപത്തിന്റെ കാലം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ? തന്തപ്പടി ചാകുമല്ലോ, ചാകുമ്പോൾ ഞാൻ അവനെ തട്ടും എന്നുള്ളതാണ്. നമ്മളും ഇങ്ങനൊക്കെ ചിലത് മനസ്സിൽ സൗകര്യപൂർവ്വം കുറിച്ചിട്ടിട്ടുണ്ട്. സാഹചര്യം അനുകൂലമായി വന്നാൽ ചില നിഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഇതറിഞ്ഞ റിബേക്കയും ഇസഹാക്കും
തൻ്റെ മകനായ യാക്കോബിനെ ലാബാന്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതേ തുടർന്നുള്ള സംഭവങ്ങളാണ് 33-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ഈ കൂടിക്കാഴ്ച നമുക്ക് നൽകുന്ന ചില ആത്മീയ ദർശനങ്ങളുണ്ട്. ഈ ആത്മീയ ദർശനങ്ങൾ ഈ രാത്രി പങ്കുവെച്ച് ഞാൻ എൻ്റെ സമയത്തിനുള്ളിൽ ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്താണ് ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ആത്മീയ ദർശനങ്ങൾ? ഒന്ന്, വിനയത്തോടെയുള്ള സമീപനം. അപ്രോച്ച് വിത്ത് ഹ്യൂമിലിറ്റി. വിനയത്തോടെയുള്ള സമീപനം. ഏശാവുമായുള്ള യാക്കോബിന്റെ കൂടിക്കാഴ്ച ഒരു അത്ഭുത സംഭവമാണ്. ദൈവം ഏശാവിന്റെ ഹൃദയത്തെ പരിപൂർണമായി പരിവർത്തനം ചെയ്തിരുന്നു എന്നത് സത്യമാണ്. അനുജനായ യാക്കോബിനെ കാണുവാൻ, അവനെ അഭിമുഖീകരിക്കുവാൻ ഏശാവിന്റെ ഹൃദയം വല്ലാതെ വെമ്പുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, എത്ര കാലമായി പിണങ്ങിയിരിക്കുന്നവർ ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ ചേർന്ന് വന്നിട്ടുണ്ട്? നമ്മളൊക്കെ വിശുദ്ധ കുർബാന കൈക്കൊള്ളാറുണ്ട്. എപ്പോഴാണ്? ഒരു അനുരഞ്ജനവുമില്ലാതെയാണ് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത്. പുൾപ്പിറ്റിലൊക്കെ നല്ല പ്രസംഗം നമ്മൾ പ്രസംഗിക്കുക, അനുരഞ്ജനത്തെക്കുറിച്ചൊക്കെ നീട്ടിപ്പിടിച്ച് നമ്മൾ പ്രസംഗിക്കുക. ആ പ്രസംഗം കേട്ടാൽ സ്വർഗം ചാഞ്ഞിറങ്ങി ഭൂമിയിലേക്ക് വരും. പക്ഷേ നമ്മളൊന്ന് ഓർത്തിരിക്കണം, വിശുദ്ധ കുർബാനയ്ക്ക് വചനത്തിൽ സുന്ദരമായി പറയുന്നു, ആകയാൽ നിന്റെ സഹോദരന് നിന്നോട് വല്ല വിരോധവും ഉണ്ടെന്ന് തോന്നിയാൽ നീ യാഗവസ്തു ആദ്യം അവിടെ വെച്ച് ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് യാഗമർപ്പിക്കുക, എന്നാൽ നിന്റെ യാഗം കൈക്കൊള്ളപ്പെടും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ക്ഷമ പറയാതെ, അനുരഞ്ജനപ്പെടാതെ, ദൈവം ഇതിനൊന്നും കണക്ക് ചോദിക്കില്ല എന്നുള്ള ഉറപ്പോടെയാണ് ഇന്ന് പലപ്പോഴും വിശുദ്ധ മേശകളിൽ, ആൾത്താരകളിൽ നാം തിരുവത്താഴത്തിന് വന്നു ചേരുന്നത് എന്നത് സങ്കടകരമായ അനുഭവമാണ്. അതുകൊണ്ട് ഇവിടെ യാക്കോബിനെ അഭിമുഖീകരിക്കുവാൻ, അവനെ ചേർത്തണയ്ക്കാൻ ഏശാവിന്റെ ഹൃദയം വെമ്പുകയാണ്. എന്തുകൊണ്ട് ഏശാവിന്റെ ഹൃദയം വെമ്പി എന്ന് ചോദിച്ചാൽ, ഏത് കല്ലും ഉരുക്കാൻ കഴിയുന്ന ദൈവം ഏശാവിന്റെ ഹൃദയത്തെ പരിവർത്തനം ചെയ്തിരുന്നു. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കേണ്ടത്, തമ്പുരാനെ, നീ ഞങ്ങളുടെ ഹൃദയത്തെ പരിവർത്തനം ചെയ്യണം എന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവം പരിവർത്തനം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് ഈ കൂടാരം വിട്ട് നാം പുറത്തേക്കിറങ്ങുമ്പോൾ നാം ശത്രുതയിലിരുന്ന മനുഷ്യനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് എന്നോട് പൊറുക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏശാവിന്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നുണ്ട് യാക്കോബിനെ സ്വീകരിക്കുവാൻ. തൻ്റെ വൈരാഗ്യമെല്ലാം ഏശാവ് ഇവിടെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അവൻ പറഞ്ഞു, അപ്പൻ്റെ കാലം കഴിയട്ടെ, ഞാൻ അവനെ കൊല്ലും എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അവൻ്റെ ഹൃദയം ഉരുകിത്തീർന്നിരിക്കുന്നു, അവൻ്റെ കോപം അവൻ മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ മടങ്ങി വരവിലും തന്ത്രങ്ങളുടെ ആശാനായാണ് യാക്കോബ് ഏശാവിനെ അഭിമുഖീകരിക്കാൻ വരുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറക്കരുത്, ദൈവം പലതവണ യാക്കോബിനെ കണ്ടതാണ്. അവൻ അമ്മായിയപ്പൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ അമ്മയുടെ സഹോദരന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവൻ ബഥേലിൽ ദൈവദർശനം കണ്ട മനുഷ്യനാണ്. മാത്രമല്ല, ലാബാന്റെ അരികിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്തും അവൻ ദൈവദർശനം കണ്ടവരാണ്. പക്ഷേ എന്നിട്ടും മാനസാന്തരമില്ലാതെ ഏത് തന്ത്രത്തിൽ ഏശാവിനെ വീഴ്ത്താമെന്നു കരുതിയുള്ള മടങ്ങിവരവാണ്. അതുകൊണ്ട് മടങ്ങിവരവിലും തൻ്റെ നിലനിൽപ്പ് മാത്രം മുന്നിൽ കണ്ട് തന്ത്രങ്ങൾ പയറ്റിയ വ്യക്തിയാണ് യാക്കോബ്. നമ്മളും അങ്ങനെ, ഏതവം വീണാലും കുഴപ്പമില്ല, എൻ്റെ നിലനിൽപ്പാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്ന അനേക മനുഷ്യരുണ്ട്. ഏശാവ് 400 ആളുകളുമായി വരുന്നു എന്നറിഞ്ഞ് ജനത്തെയും കന്നുകാലികളെയും 2ആയി വിഭാഗിച്ചു. എന്നിട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡോടെ പങ്കുവെച്ച് എന്താ അറിയാമോ? ഏശാവ് 400 ആളുകളുമായി വന്ന് ഒരു കൂട്ടത്തെ കൊന്നാലും അതിനിടയിൽ മറുകൂട്ടവുമായി എനിക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് യാക്കോബിൻ്റെ മൗഢ്യമായ ചിന്ത. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം കാണുന്നു, തൻ്റെ തന്ത്രങ്ങൾ പിഴച്ചാലോ, ചിലർ ഈ തന്ത്രം പിഴയ്ക്കുമ്പം തമ്പുരാനെ കൂട്ടുപിടിക്കും. ഇവിടെ ഈ പുള്ളി അത് ചെയ്ത ആളാണ്. തന്ത്രങ്ങൾ പിഴച്ചപ്പോൾ തമ്പുരാനെ കൂട്ടുപിടിച്ച പുള്ളി സുന്ദരമായൊരു പ്രാർത്ഥന, വേദപുസ്തകത്തിലെ മനോഹരമായ ഇന്നിവിടെ വന്ന പുള്ളികളൊക്കെ എന്നോട് വിയോജിപ്പ് കാണും. ഈ പുള്ളി
എന്തിനാ ഇവിടെ വന്ന് ഇത്തരത്തിൽ പ്രസംഗിക്കുന്നേ? യാക്കോബിനെ കുറിച്ച് പ്രസംഗിച്ചാൽ പോരായിരുന്നോ? ദൈവം പോലും ശപിച്ച ഏശാവിനെ കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. നമ്മളൊന്നോർത്താൽ മതി, മനോഹരമായ പ്രാർത്ഥനയാണ്. ചിലർ ഈ പ്രാസമൊപ്പിച്ച്, ഈ മകാരം മത്തായി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ മലയാളക്കരയിൽ, പ്രാസമൊപ്പിച്ച് സുന്ദരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ നല്ലൊരു പ്രാർത്ഥന കൂടി അവിടെ നടത്തുന്നുണ്ട്. തൻ്റെ കഴിഞ്ഞകാല ചെയ്തികളുടെ ഭീതി മൂലം അയാൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. മറക്കരുത്, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പ്രവർത്തികൾ നമ്മെ വല്ലാതെ വേട്ടയാടും. പ്രാർത്ഥന കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ചെയ്തികളുടെ ഭീതി മൂലം യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ തൻ്റെ തന്ത്രങ്ങൾ പിഴച്ചാൽ ദൈവം എനിക്ക് കൂട്ടുനിൽക്കണം എന്നുള്ളതാണ്. വീണ്ടും പുള്ളി അടുത്ത തന്ത്രം പയറ്റി. അതിലും വീണില്ലെങ്കിലോ, ചിലരെ നമുക്ക് തന്ത്രം കൊണ്ട് വീഴ്ത്താം, ചിലരെ മന്ത്രം കൊണ്ട് വീഴ്ത്താം, ചിലരെ പ്രാർത്ഥന കൊണ്ട് വീഴ്ത്താം, പിന്നെ ചിലരെ സമ്മാനങ്ങൾ കൊണ്ട് വീഴ്ത്താം. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയി ദാവീദ് ഊരിയാവിനെ കൊന്നപ്പം ചെയ്ത തന്ത്രം എന്താണെന്ന് പരിശോധിച്ചാൽ മതി. അവിടെ കിട്ടും ഈ പറഞ്ഞ സാധനം മൊത്തമേ. നമുക്ക് തിരിച്ചു പോരാം. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയിൽ ഒത്തില്ലെങ്കിൽ സമ്മാനം കൊടുത്തു വിടാം. ഏശാവിന് വേണ്ടി യാക്കോബ് കുറെ ആടുമാടുകളെയും ഒട്ടകങ്ങളെയും അയക്കുകയാണ്. കൂട്ടത്തിൽ തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞയക്കുന്നു, നിന്റെ യജമാനൻ എന്താണിത് എന്ന് ചോദിച്ചാൽ അത് നിനക്കുള്ള സമ്മാനമാണ് എന്ന് പറയണം. അപ്പൊ തന്ത്രം കൊണ്ട് വീഴ്ത്താനുള്ള പരിശ്രമമാണ്, പ്രാർത്ഥന കൊണ്ട് വീഴ്ത്താനുള്ള പരിശ്രമമാണ്, സമ്മാനങ്ങൾ കൊണ്ട് വീഴ്ത്താനുള്ള പരിശ്രമമാണ്. എല്ലാം കഴിഞ്ഞ് താൻ എല്ലാറ്റിനെയും മറുകരയാക്കി. ആടുമാടുകൾ, തൻ്റെ ഭാര്യ, ഇഷ്ടമില്ലാത്ത ഭാര്യയെയും മക്കളെയും ആദ്യം വിട്ടു, അവരുടെ ആടുമാടുകളെ വിട്ടു. അതിനുശേഷം ഇഷ്ടമുള്ള ഭാര്യയെയും തൻ്റെ മകനെയും ആടുമാടുകളെയും ഒക്കെ വിട്ട് താൻ ഒറ്റയ്ക്ക് ഏകനായി യാബോക്ക് കടവിന്റെ തീരത്ത് നിൽക്കുകയാണ്. എന്നാൽ ആ രാത്രി, താൻ ഏകനായി തീർന്ന രാത്രി, യാബോക്കിന്റെ കടവത്ത് ഏകനായി തീർന്ന ആ രാത്രി ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനെ സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ മറക്കാതെ കുറിച്ചിടണം. വൺ ഡേ വി ഓൾ വിൽ സ്റ്റാൻഡ് അലോൺ ബിഫോർ ദ ലോർഡ്. നോബഡി വിൽ ബി വിത്ത് us to support us. Nobody will be with us to recommend us. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്, ഏകരായി നാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു നിമിഷം. വി ഓൾ ഹാവ് എ ജഡ്ജ്മെന്റ് ഡേ. ഇത് മറന്നു പോകരുത്. നാം ഈ രാത്രി ഏകനായി നിന്നപ്പോൾ യാബോക്ക് കടവിന്റെ തീരത്ത് ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനെ സന്ദർശിക്കുകയാണ്. ദൈവത്തെ മുഖാമുഖമായി കണ്ട ആ രാത്രി ആ സ്ഥലത്തിന് യാക്കോബ് ഒരു പേരിട്ടു, പെനിയേൽ. ദൈവത്തെ കണ്ട ഇടമാണ് പെനിയേൽ. എന്താണ് ദൈവവുമായുള്ള അഭിമുഖീകരണത്തിൽ യാക്കോബിന് സംഭവിച്ചത്? ആ കൂടിക്കാഴ്ച അവന്റെ അഹന്തയെ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ഇടവക്കാർക്ക് മാത്രമേ ഉള്ള അഹന്തയുള്ളൂ. അച്ഛന്മാർക്ക്, എനിക്കുണ്ട്, ഈ ഇരിക്കുന്ന അച്ഛന്മാരെ കുറിച്ച് രക്ഷപ്പെട്ടു പോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ അഹന്തയുള്ളവരാണ്. ദൈവത്തെ അഭിമുഖീകരിക്കാതെ നമ്മുടെ അഹന്തയുടെ കൊമ്പുകളൊടിയില്ല എന്നത് നാം ഓർത്തിരിക്കുക. ഇപ്പോൾ ഏശാവിനെ യാക്കോബ് സന്ദർശിക്കുന്നത് കേവലം ഭൗതികമായ തന്ത്രങ്ങളോടെയല്ല. നമ്മൾ ബുദ്ധിരാക്ഷസന്മാരാണല്ലോ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയത്തില്ലയോ, നീ മരത്തെ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുമെന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അപ്പം ഇവിടെ ഇത്രയും തന്ത്രം പയറ്റിയ മനുഷ്യൻ ദൈവത്തെ അഭിമുഖീകരിച്ചപ്പോൾ he had a change in his life. What is that change? അവനിപ്പോൾ ഭൗതികമായ തന്ത്രങ്ങളല്ല പയറ്റുന്നത്. പിന്നെയോ ഏശാവിനെ സമീപിക്കുന്നത് പരിപൂർണമായ വിനയത്തോടെയാണ്, കംപ്ലീറ്റ് സബ്മിഷനോടെയാണ്, ഹ്യൂമിലിറ്റിയോടെയാണ് ഏശാവിനെ യാക്കോബ് അഭിമുഖീകരിക്കുന്നത്. അവന്റെ അഹങ്കാരത്തെ നിരായുധമാക്കിക്കൊണ്ടാണ് യാക്കോബ് ഏശാവിനെ അഭിമുഖീകരിക്കുന്നത്. പണ്ട് അനുഗ്രഹം കവർന്നെടുക്കാൻ ശ്രമിച്ച യജമാന മനോഭാവം ഉപേക്ഷിച്ചിരിക്കുന്നു യാക്കോബ്. 7 പ്രാവശ്യം നിലത്തോട് പറ്റി നമസ്കരിച്ചുകൊണ്ടാണ് തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിനെ യാക്കോബ് സമീപിക്കുന്നത്. താൻ 7 പ്രാവശ്യം സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ടാണ് താൻ തൻ്റെ ജ്യേഷ്ഠനെ സമീപിക്കുന്നത്. എന്താണ് 7 തവണ? 1-2 തവണ എങ്ങാനും നമസ്കരിച്ചാൽ പോരായിരുന്നു. ചിലരങ്ങ് നാക്കി തുടയ്ക്കും, ചിലതൊക്കെ കിട്ടണേ നാക്കി തൂത്തുവരികളയും. 7 തവണ ഈ മനുഷ്യൻ നിലത്തോട് കുനിഞ്ഞു, സാഷ്ടാംഗം ഈ മണ്ണിനെ പ്രണമിച്ചു.
അവന്റെ ആദരവിന്റെ ആഴം, അവന്റെ വിനയത്തിന്റെ ആഴത്തെ പ്രൊക്ലെയിം ചെയ്ത ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണത്. അവൻ തൻ്റെ ആദരവിന്റെ ആഴം വെളിപ്പെടുത്തുകയാണ്. അവൻ തൻ്റെ പരിപൂർണ വിനയത്തിന്റെ ആഴം വെളിപ്പെടുത്തുകയാണ്. 7 പ്രാവശ്യം നിലത്ത് കുനിയുക എന്ന് പറഞ്ഞാൽ മധ്യപൂർവ്വദേശത്തെ ഒരു രാജകീയമായ ആചാര മര്യാദയായിരുന്നു അത്. രാജാവിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ രാജാവിനോടുള്ള ബഹുമാനത്തെയും വിധേയത്വത്തെയും കാട്ടിക്കൊണ്ട് അവർ 7 പ്രാവശ്യം മണ്ണോട് മുഖം അല്ലെങ്കിൽ സാഷ്ടാംഗം മണ്ണോട് പ്രണമിക്കുന്ന അനുഭവമാണ്. താൻ തൻ്റെ സഹോദരനെ പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്നും അവനെ യജമാനനായി അംഗീകരിക്കുന്നെന്നും യാക്കോബ് സമ്മതിച്ച രാത്രിയാണ് പ്രിയപ്പെട്ടവരെ. ആ രാത്രി നാം മറന്നുപോകരുത്. യാക്കോബ് ഒരു കാലത്ത് മുമ്പേ നടന്നവനാണ്. ഇപ്പോൾ അവൻ ദാസനായി മണ്ണോട് പറ്റി തൻ്റെ ജ്യേഷ്ഠനെ യജമാനനായി അംഗീകരിക്കുകയാണ്. ഇന്ന് നാം പ്രകടിപ്പിക്കുന്നത് വിനയത്തിൻ്റെ ശരീരഭാഷയാണോ വിദ്വേഷത്തിൻ്റെ ശരീരഭാഷയാണോ? നാം മറ്റുള്ളവരെ വിനയപ്പെടുത്താൻ പരിശ്രമിക്കുന്നവരാണോ? ഞാൻ ആവർത്തിക്കുന്നു, നാം ഇന്ന് പ്രകടിപ്പിക്കുന്നത് വിനയത്തിൻ്റെ ശരീരഭാഷയാണോ അതോ വിദ്വേഷത്തിൻ്റെ ശരീരഭാഷയാണോ? നാം ഇന്നും മറ്റുള്ളവരെ വിനയപ്പെടുത്താൻ പരിശ്രമിക്കുന്നവരാണോ? നമ്മളൊന്ന് വിനയപ്പെടുന്നത് നല്ലതാണ്. നമ്മൾ മറ്റുള്ളവരെയൊക്കെ വിനയപ്പെടുത്താൻ ഇങ്ങനെ പരിശ്രമിക്കും. നമുക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ആരെങ്കിലുമൊക്കെ കാണുമ്പം, ആരെങ്കിലുമൊക്കെ മുമ്പിൽ വരുമ്പോൾ നമ്മളെ ഒന്ന് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്കൊരു സന്തോഷം, വലിയ സന്തോഷം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ, അങ്ങനെ ആരും എഴുന്നേറ്റ് നിൽക്കാനില്ലാത്തപ്പോൾ ചില തന്നെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നുമ്പം ഞാൻ ആ കസേരയിൽ നിന്ന് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്നെ തന്നെ അങ്ങ് ആദരിക്കുമെന്നാണ്. ചിലർക്ക് അങ്ങനെയാണ്. പോട്ടെ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് വിദ്വേഷത്തിൻ്റെ ശരീരഭാഷയാണ് നാം പ്രകടിപ്പിക്കുന്നത്. ഇന്ന് വിനയപ്പെടുത്താൻ പരിശ്രമിക്കുന്നത് നാം വിനയപ്പെടേണ്ടതുണ്ട്. മലയാളത്തിൽ സുന്ദരമായൊരു ചൊല്ലുണ്ട്, എന്താ അറിയാമോ? താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. വിനയപ്പെടാനുള്ള ആഹ്വാനമാണ് യേശാവിൻ്റെയും യാക്കോബിൻ്റെയും കൂടിക്കാഴ്ച നമുക്ക് നൽകുന്നത്. We need Christ-like humility. We need Christ-like humility. ക്രിസ്തുവിൻ്റെ താഴ്മ, ക്രിസ്തുവിൻ്റെ വിനയം, അതാണ് നമുക്കിന്ന് ആവശ്യം. We have no humility. Instead we humiliate people with our spiritual arrogance. ഞാൻ ആവർത്തിക്കുന്നു, we have no humility. Instead we humiliate people with our spiritual arrogance. നമുക്കിന്ന് വിനയമില്ല, മറിച്ച് നാം ആത്മീയ അഹന്തയിലൂടെ മറ്റുള്ളവരെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചിന്തയുണ്ട്, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആത്മീയമായി ഉയർന്ന അതിൻ്റെ ഒരു അഹന്തയും, അതിനാണ് സ്പിരിച്വൽ ആരഗൻസ് എന്ന് പറയുന്നത്. വി ആർ ഓൾവേസ് ഹ്യൂമിലിയേറ്റിംഗ് പീപ്പിൾ വിത്ത് അവർ സ്പിരിച്വൽ ആരഗൻസ്. നമ്മുടെ ആത്മീയ അഹന്ത കൊണ്ട് നാം ഇന്നും മനുഷ്യരെ പരിഹസിക്കുന്ന കാലമാണ്. നമ്മുടെ ശരീരഭാഷ വിനയത്തിൻ്റെതല്ല, വിദ്വേഷത്തിൻ്റെതാണ്, വിവേകത്തിൻ്റെതല്ല, വെറുപ്പിൻ്റെതാണ്. ഇന്ന് വിദ്യാസമ്പന്നരുണ്ട്, പക്ഷേ വിനയമുള്ളവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. ഇന്ന് വിജയിച്ചവരുണ്ട്, പക്ഷേ വിവേകമതികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. ഇതൊരു ദുര്യോഗമാണ്. യാക്കോബിനെ ഇവിടെ നാം കാണുന്നത് സമ്പൂർണ്ണ വിനയം പ്രകടിപ്പിക്കുന്നവനായാണ്. അഹങ്കാരം ബന്ധങ്ങളെ തകർത്തുകളയും, എന്നാൽ വിനയം ബന്ധങ്ങളെ കൂട്ടിയിണക്കും. യാക്കോബ് അഹങ്കരിച്ച നാളുകളിൽ ബന്ധമെല്ലാം തകർന്നുപോയി എന്നത് നാം ഓർത്തിരിക്കണം. എന്നാൽ വിനയപ്പെട്ട നാളുകളിൽ ബന്ധങ്ങളുടെ വസന്തകാലത്തെ പുനഃസൃഷ്ടിക്കാൻ യാക്കോബിനും യേശാവിനും സാധ്യമായി എന്നുള്ളതാണ്. ഈ രാത്രി പന്തല് വിട്ടുപോകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്കൊന്ന് തിരിയണം. നാം നമ്മുടെ മനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇംഗ്ലീഷിൽ 2 വാക്കുകൾ, റിട്രോസ്പെക്റ്റ് ആൻഡ് ഇൻട്രോസ്പെക്റ്റ് എന്ന് പറയും. ഇൻട്രോസ്പെക്റ്റ് എന്നാൽ അകത്തേക്ക് നോക്കുകയാണ്, റിട്രോസ്പെക്റ്റ് എന്നാൽ വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഒന്നകത്തേക്ക് നോക്കി, എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അവനോട് ക്ഷമിക്കാൻ
ക്ഷമിക്കാതെ ഇരിക്കുന്നെങ്കിൽ, അവളോട് ക്ഷമിക്കാതെ ഇരിക്കുന്നെങ്കിൽ, ഈ രാത്രി അഹങ്കാരത്തിൽ നിന്ന് നാം വിനയത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വിനയത്തിൻ്റെ മാതൃകകളെ സൃഷ്ടിപ്പാൻ നമുക്കിടയാകട്ടെ. രണ്ട്, എന്താണ് ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതം നമുക്ക് നൽകുന്ന ആത്മീയ ദർശനം? ക്ഷമയുടെ ആലിംഗനമാണ്. ക്ഷമയുടെ ആലിംഗനമാണ്. എംബ്രൈസ് ഓഫ് ഫോർഗീവ്നെസ്, എംബ്രൈസ് ഓഫ് ഫോർഗീവ്നെസ്, ക്ഷമയുടെ ആലിംഗനം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന് 41 ഇങ്ങനെ വായിക്കുന്നു: ഏശാവ് യാക്കോബിനെ കൊല്ലാൻ കാത്തിരുന്നു. എന്നാൽ 33-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നു, ഏശാവ് അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, കഴുത്തിൽ വീണ് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ ഹൃദയസ്പൃക്കായ മനോഹരമായ നിമിഷമാണ് ഇതിൻ്റെ എഴുത്തുകാരൻ കുറിച്ചു വെച്ചത്. ഏശാവ് തൻ്റെ സഹോദരനെ കണ്ടു കൊല്ലാനൊരുങ്ങിയവൻ ഇപ്പോൾ തൻ്റെ സഹോദരനെ ആലിംഗനം ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ആൻ എംബ്രൈസ് ഓഫ് ഫോർഗീവ്നെസ്. ക്ഷമയുടെ ആലിംഗനമാണ്. അവനെ ചേർത്ത് പിടിച്ച് അവനെ കവിളിൽ ചുംബിക്കുകയാണ്. കിസ് ഓഫ് ബ്രദർലി ലവ് ആണ്. നീ എൻ്റെ സഹോദരനാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ ചുംബനമാണ്. ഇരുവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നു. വേദപുസ്തകത്തിലെ വൈകാരികമായ നിമിഷങ്ങളിൽ ഒന്നാണ്. 20 വർഷത്തെ പകയെ, 20 വർഷത്തെ വെറുപ്പിനെ, വൈരാഗ്യത്തെ ഒരു നിമിഷത്തെ ആലിംഗനം കൊണ്ട് ഇല്ലാതാക്കിയ സുന്ദരമായ ചിത്രം. 20 കൊല്ലം മനസ്സിൽ സൂക്ഷിച്ച വെറുപ്പാണ് ഒരാലിംഗനത്തിൽ തീർന്നുപോയത്. പ്രിയപ്പെട്ടവരെ, ചിലരെയൊക്കെ നാം ചേർത്തു പിടിക്കാൻ ഈ രാത്രി പരിശ്രമിക്കുന്നെങ്കിൽ പകയുടെ അനുഭവങ്ങൾ മാറി സന്തോഷത്തിൻ്റെ വസന്തകാലം, സന്തോഷത്തിൻ്റെ പെരുമഴക്കാലം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമ്മൾ മുൻപോട്ട് പോകട്ടെ. ഒരു ചുംബനം കൊണ്ട്, കണ്ണീര് കൊണ്ട് അവൻ 20 വർഷത്തെ പകയെ കഴുകിക്കളയുകയാണ്. ഒരു ചുംബനം കൊണ്ട്, ഒരു കണ്ണീര് കൊണ്ട് 20 വർഷത്തെ പകയെ കഴുകിക്കളയുന്നു. ബന്ധനങ്ങളായ ബന്ധങ്ങൾ, സാഹോദര്യ സ്നേഹത്തിൻ്റെ പാരസ്പര്യതയെ ഉയർത്തിപ്പിടിച്ച അവിസ്മരണീയമായ ക്ഷമയുടെ പാഠമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻപിൽ നൽകുന്നത്. അവരുടെ ബന്ധങ്ങൾ ബന്ധനങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് ഈ ആലിംഗനത്തിൽ, ഇന്ന് ഈ ചുംബനത്തിൽ, ഈ കെട്ടിപ്പിടിച്ചുള്ള കണ്ണീരിൽ സാഹോദര്യത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ വസന്തത്തെ, തങ്ങളുടെ സാഹോദര്യത്തെ വീണ്ടെടുക്കുന്ന വസന്തകാലത്തെ സൃഷ്ടിക്കാൻ ഏശാവിനും യാക്കോബിനും സാധിച്ചു. ഇവിടെ ആരും വിജയിച്ചില്ല. ആരാ വിജയിച്ചേ? യാക്കോബ് വിജയിച്ചു, ഏശാവ് വിജയിച്ചു. ആരും വിജയിച്ചില്ല, ആരും പരാജയപ്പെട്ടുമില്ല. പിന്നെയോ തകർന്നുപോയ ബന്ധങ്ങളുടെ ദിവ്യാനുഭവത്തെ, സഹോദര ബന്ധത്തിൻ്റെ പവിത്രതയെ തിരികെ പിടിക്കാൻ അവർക്ക് സാധിച്ചു. പ്രിയപ്പെട്ട, രാത്രി ചോദിക്കട്ടെ, സഹോദരങ്ങളോട് മിണ്ടാതായിട്ട് എത്ര കാലമായി? സ്വന്തം അപ്പനോടും അമ്മയോടും മിണ്ടാതായിട്ട് എത്ര കാലമായി? ചിലരൊക്കെ സ്വന്തം മക്കളോട് മിണ്ടാതായിട്ട് എത്ര കാലമായി? സഹോദര്യത്തിന്റെ ബന്ധത്തെ തിരികെ പിടിക്കാനുള്ളൊരു വെല്ലുവിളി ഏശാവ് യാക്കോബ് കൂടിക്കാഴ്ച നമുക്ക് മുൻപിൽ നൽകുന്നുണ്ട്. ക്ഷമിക്കുക എന്നതൊരു ബലഹീനതയല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് ബലഹീനനാണ് ക്ഷമിക്കുന്നത്. ബലം ഉള്ളവനാണ് ക്ഷമിക്കുന്നത്, അല്ലാത്തവൻ പൊട്ടിത്തെറിയും. ബലമുള്ളവനെ ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്ഷമ എന്നത് ബലഹീനതയല്ല, മറിച്ച് ഉയർന്ന ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവൻ മാത്രമേ ക്ഷമിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? ഉയർന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ളവൻ, ഇമോഷൻ ഇന്റലിജൻസ് ഉള്ളവന് മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവൻ പൊട്ടിത്തെറിക്കും, ആർക്കിട്ടും പണിയും, എന്തും ചെയ്യും. ഈ ഏശാവിൻ്റെ ഇമോഷണൽ ഇന്റലിജൻസ് ദാറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. അത് നാം അഭിനന്ദിക്കേണ്ട ഒന്നാണ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് പ്രതികാരം ചെയ്യാൻ, എല്ലാം അനുകൂലമാണ്. ഇപ്പൊ ഏശാവിന്റെ കണ്ണിന് മുമ്പിലാണ് യാക്കോബ്, തട്ടിക്കളയാം. എന്നിട്ട് സ്കൂട്ടാകാൻ അവസരം ഉണ്ടായിരുന്നു, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ. പക്ഷെ പുള്ളി പ്രതികാരത്തിന് മുതിരുന്നില്ല. സാഹചര്യം അനുകൂലമായ ആത്മീയ മേഖലയിലും പൊതുസമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്.
നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ സ്പിരിച്വൽ പീപ്പിൾ ആയതുകൊണ്ട് നമ്മളതിനകത്ത് പെടത്തില്ലെന്നാണ് നമ്മുടെ വിചാരം. സ്വർഗത്തിൽ ചെല്ലുമ്പം അച്ഛന്മാരെ പോലും സ്വർഗത്തിൽ തമ്പുരാൻ്റെ അടുത്ത് നിർത്തത്തില്ല. നമ്മളല്ലേ ഇതുപോലെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നോണോ നിങ്ങൾ നിൽക്കുന്നോണോ, ഇപ്പോൾ ഇവിടെ ദൈവം നിൽക്കുമ്പോൾ നമ്മളോട് എല്ലാവരോടും പറയും നീ അവിടെ നിന്നാൽ മതി. അപ്പോൾ എന്നോട് പറയത്തില്ല ആ വഴുതക്കാട് പള്ളി കുർബാന ചൊല്ലി അച്ഛനല്ലയോ ഇങ്ങോട്ട് പോരെന്നൊന്നും പറയുകയല്ല, ദൈവം അവിടെ നിർത്തത്തുള്ളൂ. നമ്മൾ ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ആത്മീയ മേഖലയിലും ഈ പ്രതികാരമൊക്കെ ഉണ്ട് എന്നത് ഓർത്താൽ മതി. ഏത് പ്രതികാരത്തിനും സാഹചര്യം അനുകൂലമായിട്ടും അതിന് ഒരുമ്പെടാത്ത യേശാവ് നമുക്കൊരു വെല്ലുവിളിയാണ്. കാലം മുറിവുകളെ സുഖപ്പെടുത്തും, പക്ഷേ ദൈവമാണ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, കാലം മുറിവുകളെ സുഖപ്പെടുത്തും, പക്ഷേ ദൈവമാണ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. നാം പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏശാവിൻ്റെ ഹൃദയത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി. തന്നെ ദ്രോഹിച്ച സഹോദരനെ ഓടിച്ചെന്ന് സ്വീകരിക്കുവാൻ ഏശാവ് കാണിച്ച മനസ്സ് ഒരു വലിയ പാഠമാണ്, ഒരു മാതൃകയാണ്. We should take initiative to say sorry to the other. ഇന്ന് ആര് പറയും എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങോട്ട് വേണേ വരട്ടെ എന്നുള്ളതാണ്, ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മാനേജ്മെൻറ്റിൽ ഒരു സാധാരണ പറയണം. മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ കൊമേഴ്സുകാരനായതുകൊണ്ട് അത് അല്പമൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാൻ പറയും, ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ചു കയറാം എന്നുള്ളതാണ്. ഇന്ന് ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ചു കയറാൻ പരിശ്രമിക്കുന്ന ആളുകൾ ഉള്ള കാലത്ത് പ്രിയപ്പെട്ടവരെ, നാം ഇനിഷ്യേറ്റീവ് എടുത്ത് അപരനോട്, നമ്മോട് വിരോധമുള്ളവനോട് ക്ഷമ പറയാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തു കാൽവറി കുരിശിൽ നമുക്ക് കാട്ടിത്തന്ന മാതൃക കർത്താവ് ഇന്നങ്ങാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം ചാട്ടവാറെടുത്ത് അടിച്ചേനെ, അവിടെ ആലയത്തിൽ മാത്രമല്ല നമ്മളെ കൂടെ അടിച്ചേനെ. കാൽവറി കുരിശിൽ ക്രിസ്തു കാണിച്ചു തന്ന മാതൃക തൻ്റെ വിലാവിൽ കുത്തിയവനോടും തന്നെ അടിച്ചവനോടും തൻ്റെ മുഖത്ത് തുപ്പിയവനോടുമൊക്കെ കർത്താവ് പറഞ്ഞു, ഫാദർ forgive them, they do not know what they are doing. പിതാവെ പൊറുക്കണമേ. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് അവൻ്റെ മേൽ കല്ല് പതിക്കുമ്പോൾ അവനെക്കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രശോഭിതമായിരുന്നു. അവൻ സ്വർഗത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, പിതാവേ അവരുടെ പാപം നീ അവരുടെ മേൽ നിർത്തരുതേ. പ്രിയപ്പെട്ടവരെ, നാം ഓർത്തിരിക്കുക, ക്ഷമയുടെ വലിയ പാഠമാണ് നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത്. ക്ഷമയുണ്ടതൊരു വികാരമല്ല, മറിച്ച് ബോധപൂർവമായ തീരുമാനമാണ്. ക്ഷമ വികാരമല്ല, അത് ബോധപൂർവമായ തീരുമാനമാണ്. Forgiveness is not an emotion, but a deliberate decision. മനഃപൂർവമായ ഒരു പരിശ്രമമാണ്. ഒരാളോട് ക്ഷമ പറയണേ നമ്മൾ മനഃപൂർവമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശാവ് മനഃപൂർവമായി പരിശ്രമിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കുവിൻ. നാം അന്യോന്യം ക്ഷമിക്കുവാൻ വിളിക്കപ്പെട്ടവർ. എപ്പോഴാണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്? നാം സൗഖ്യം പ്രാപിക്കുന്നത് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളും ഉണ്ടാകുന്നത് നാം ക്ഷമിക്കാതെ ഇരിക്കുമ്പോഴാണ്, ഗ്രഡ്ജ് വർദ്ധിക്കുമ്പോഴാണ്, നമ്മുടെ ഗ്രംബ്ലിംഗ് കൂടുമ്പോഴാണ്, സഹോദരനോടുള്ള നമ്മുടെ പക വർദ്ധിക്കുമ്പോഴാണ് സൗഖ്യം സാധ്യമാകാതെ പോകുന്നത്. ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ സൗഖ്യം സാധ്യമാകും, നമുക്ക് സ്വാതന്ത്ര്യം കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് പൗലോസ് അപ്പോസ്തലനിലൂടെ എഫേസ്യ ലേഖനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. ഒരു ആലിംഗനത്തിൽ, ഒരു ചുംബനത്തിൽ, കരച്ചിലിൽ അലിഞ്ഞില്ലാതാകുന്നതേ ഉള്ളൂ നമ്മുടെ ഭിന്നതകൾ, വിദ്വേഷങ്ങൾ, വെറുപ്പുകൾ. പക്ഷെ ആര് മുൻകൈയെടുക്കും? ഹു വിൽ ടേക്ക് ദ ഇനിഷ്യേറ്റീവ്? ഞാൻ ഒരു കൊച്ചു കാര്യം നിങ്ങളോട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊരു വൈദികനായി ഇറങ്ങിയ കാലം, എൻ്റെ ആദ്യ പാരിഷുകളിൽ ഒന്ന് ഇടവക സംഘം നടക്കുകയാണ്. ഒരു സാറ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്നില്ല, ശുഭ്രവസ്ത്രധാരിയാണ് അദ്ദേഹം, വെള്ളയുമാണ് ധരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പല കാര്യങ്ങൾ ചോദിച്ചു, അതെല്ലാം ഉത്തരം കിട്ടി. പക്ഷെ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇരുന്നാട്ടെ, ബാക്കിയുള്ളവർക്ക് ചോദിക്കണമല്ലോ. ഇരിക്കാൻ അദ്ദേഹം കൂട്ടാക്കുന്നേയില്ല. ചിലർ ഈ സ്പ്രിങ് ഉള്ള കസേരയായിട്ട് വരുന്നവരാണ്. സ്പ്രിങ് ഉള്ള കസേര എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇരിപ്പുറകിയല്ലേ അവർക്ക്, അവരിരിക്കും എഴുന്നേക്കും, അങ്ങനെയാണ് ചിലരുടെ പരിപാടി. അപ്പം ഈ പുള്ളി ഇരിക്കുന്നില്ലെന്ന് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പ്രത്യേകിച്ച് ഇറങ്ങിയ കാലമാണല്ലോ, വലിയ പക്വതയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇരിക്കവിടെ.
പാവം സാർ ഇരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു കുത്തൽ, എടാ അപ്പൻ്റെ പ്രായമുള്ള ആളല്ലായിരുന്നോ, അത്രയൊക്കെ പറയണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. പൊതുയോഗം തീരുന്നതിന് മുൻപ്, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു, സാറേ മദ്ബഹായിലോട്ടൊന്ന് വരണം, എനിക്ക് സാറിനെ ഒന്ന് കാണണം. അദ്ദേഹം മദ്ബഹായ്ക്കുള്ളിലേക്ക് ആശീർവാദം കഴിഞ്ഞ് പ്രവേശിച്ചു. ഞാനും മറ മാറ്റി അകത്തേക്ക് കയറി. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ഐ എം സോറി, എൻ്റെ ഒരു ആവേശത്തിൽ അന്നേരം പറഞ്ഞു പോയതാണ്, സാർ എന്നോട് പൊറുക്കണം. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. ചാകുന്നിടം വരെ ആ മനുഷ്യൻ ആ സ്നേഹത്തിൻ്റെ ആഴം കുറച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നോട് വളരെ സ്നേഹം പുലർത്തുന്നവരാണ്. എവിടെ കണ്ടാലും ഓടി വന്ന് സംസാരിക്കാനും ആലിംഗനം ചെയ്യാനും പരിശ്രമിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, വി ഷുഡ് ടേക്ക് ഇനിഷ്യേറ്റീവ് ടു സേ സോറി ടു ദി അതർ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അത് സ്റ്റോറി ഓഫ് ദ പ്രോഡിഗൽ സൺ ആണ്. മകനെല്ലാം വാങ്ങിപ്പോയി, ഏറ്റവും അവസാനം പന്നിക്ക് കൊടുക്കുന്ന പോലും തിന്നാനില്ലാതെ പുള്ളി വിശന്ന് വലഞ്ഞപ്പോൾ, പന്നിയാണ് ഏറ്റവും വേസ്റ്റ് അടിക്കുന്ന പാർട്ടി, അതുപോലും തിന്നാനില്ലാതെ വന്നപ്പോൾ ഹി കെയിം ഇൻ ടു ഹിസ് കോൺഷ്യസ്നസ്. പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോകും, അപ്പനോട് പറയും, അപ്പ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. പുള്ളി എഴുന്നേറ്റു പോയി. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് പുള്ളിക്ക് പറയാൻ അവസരം കിട്ടിയില്ല. വഴിക്കണ്ണുമായി കാത്തിരുന്നൊരപ്പൻ ഓടി വന്നു, അവനെ കെട്ടിപ്പിടിച്ചു. അവനെ നീ ഉടമസ്ഥനാണ്, അടിമയൽ ഉടമസ്ഥനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മുദ്രാമോതിരം നൽകി. നീ അടിമയൽ ഉടയവനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചെരുപ്പ് നൽകി. വിരുന്നൊരുക്കി സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന മനുഷ്യർ നാം ക്ഷമ ചോദിക്കുന്നതിന് മുൻപേ ക്ഷമിച്ചു എന്ന് തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കും. ചുമ്മാ വാചക കസർത്ത് നടത്തിയിട്ട് കാര്യമില്ല, സോറി എന്നൊന്നും പറഞ്ഞിട്ടേ. ക്ഷമ ചോദിക്കാൻ നമ്മൾ പോകുന്നതിന് മുൻപേ നമ്മോട് ക്ഷമിച്ചെന്ന് പ്രവൃത്തി കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ യുക്തി കൊണ്ടല്ല, പിന്നെയോ ഹൃദയം കൊണ്ട് ബന്ധങ്ങളെ കാണാൻ കഴിയണം. ഇന്ന് നമ്മളെല്ലാം ബുദ്ധി കൊണ്ടാണ് ബന്ധങ്ങളെ കാണുന്നത്. എനിക്കെന്തോ കിട്ടും, ആ പുള്ളിയെ ചാക്കിട്ടാൽ എനിക്ക് എവിടെ എത്താം, ഇതൊക്കെയാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ബന്ധങ്ങളെ കാണാൻ പരിശ്രമിക്കണം. ബുദ്ധി കൊണ്ട് ബന്ധങ്ങളെ അളക്കുന്നവർ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആഴത്തെ കണ്ടെത്തുകയില്ല. എന്നാൽ ബന്ധങ്ങളെ ഹൃദയം കൊണ്ട് കാണുന്നവർ മുറിവുകളെ ഉണക്കുന്ന മനുഷ്യരാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം അവിടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം? അങ്ങ് പോയേച്ച് സ്നേഹിക്കാൻ ഇപ്പം കിട്ടും, അങ്ങ് എന്നാ മതി, നമുക്കെടുത്ത് വെച്ചേക്കുമല്ലേ ഇവിടെ സ്നേഹിക്കണം. ഇവിടെയാണ് സ്വർഗം. അതിനപ്പുറമുണ്ട്, എക്സ്റ്റൻഷൻ ഓഫ് ഹെവൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി ഇങ്ങരുത്, വേണ്ടാത്തൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞേക്കരുത്, ഇതിൽ കയറി പിടിക്കരുത്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ സ്വർഗം സൃഷ്ടിക്കണം. ഇവിടെ കണ്ണിൻ മുൻപിൽ കണ്ട സഹോദരനെ ദൈവമായി നാം കാണേണ്ടതുണ്ട്. എന്താണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രത്യേകത? അത് മുറിവുകളെ സുഖപ്പെടുത്തുന്നതാണ്. ഇവിടെ നാം കാണുന്നു, യേശാവും യാക്കോബും തമ്മിലുള്ള മുറിവുകളെ സുഖപ്പെടുത്തുന്ന ക്ഷമയുടെ സ്നേഹത്തിന്റെ ആലിംഗനം, ചുംബനം നാം കാണുകയാണ്. അത് ശത്രുതയെ ഇല്ലാതാക്കി ഐക്യത്തിലേക്ക് നടത്തുന്നതാണ്. ഇവിടെ ഇതാ യേശാവും യാക്കോബും തമ്മിലുള്ള ശത്രുത ഇല്ലാതെ പോയിരിക്കുന്നു, അവർ ഐക്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3, അത് ബന്ധങ്ങളെ ഈടുറ്റതാക്കും. How is our relationship? How is our relationship with our Lord? How is our relationship with our brothers and sisters? ശാന്തമായി നാം ചോദിക്കേണ്ട ചോദ്യമാണ്. സ്നേഹനിരാസത്തിന്റെ ഈ കാലത്ത്, സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ മേഖലകളിൽ വെറുപ്പിന്റെ സന്ദേശങ്ങൾ ഉയർന്നു വരുന്ന ഈ കാലത്ത് സാഹോദര്യ സ്നേഹത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ യേശാവും യാക്കോബും നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ റാണി മരിയയെക്കുറിച്ച് നമുക്ക് അറിയാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പുല്ലുവഴി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഒരു കന്യാസ്ത്രീയാണ് സിസ്റ്റർ റാണി മരിയ. ഈ അടുത്തിടയ്ക്ക് അവരെക്കുറിച്ചൊരു ഫിലിം വന്നിരുന്നു, അച്ഛന്മാരൊക്കെ പോയി കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർ മധ്യപ്രദേശിൽ ആദിവാസികളുടെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്തയാളാണ്. ആദിവാസികൾക്കിടയിൽ അവരുടെ ഉന്നമനത്തിനു വേണ്ടി കഷ്ടതകൾ അനുഭവിച്ച് പ്രവർത്തിച്ചപ്പോൾ ചില മതഭ്രാന്തന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരൊരു കൊലയാടിയെ ഹയർ ചെയ്തു. അതിനുശേഷം 1995 ഫെബ്രുവരി 25 ഇൻഡോറിലേക്കുള്ള യാത്രാമതിയെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സമന്തർ സിംഗ് എന്ന് പറയുന്ന വാടക കൊലയാളി സിസ്റ്റർ റാണി മരിയയെ കൊല ചെയ്തു, കത്തികൊണ്ട് കുത്തി കൊന്നു. കോടതി കുറ്റക്കാരനെന്ന് കണ്ട് സമന്തർ സിംഗിനെ ശിക്ഷിച്ചു.
എന്നാൽ മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത, മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സ്നേഹ അനുഭവത്തിൻ്റെ വലിയ സംഗതിയാണ് പിന്നീട് നാം കാണുന്നത്. പിന്നീട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. റാണി മരിയുടെ അമ്മ, സിസ്റ്റർ റാണി മരിയുടെ അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ ജയിലിൽ പോയി സമന്തർ സിംഗിനെ കണ്ടു. സമന്തർ സിംഗിനോട് അവരിങ്ങനെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ എൻ്റെ സഹോദരിയെ, എൻ്റെ മകളെ കൊന്നു, പക്ഷേ ഞങ്ങൾ നിങ്ങളെ വെറുക്കുന്നില്ല എന്നുള്ളതാണ്. സമന്തർ സിംഗിനോട് പൂർണ്ണമായി ക്ഷമിച്ചു. അവരുടെ മകനായി സമന്തർ സിംഗിനെ സ്വീകരിച്ചു. ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ സമന്തർ സിംഗിന് തൻ്റെ കുറ്റത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി. അവൻ ആഴത്തിൽ പശ്ചാത്തപിച്ചു. അവനൊരു ക്രിസ്ത്യാനിയായി, അവൻ അനുഗ്രഹീതനായി ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്ഷമ സൗഖ്യപ്പെടുത്തുന്നതാണ്. ക്ഷമ ബന്ധങ്ങളെ ഈടുറ്റതാക്കുന്നതാണ്. ക്ഷമ അത് ഐക്യതയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. 3, എന്താണ് യേശാവും യാക്കോബും നൽകുന്ന ആത്മീയ ദർശനം? അത് തിരസ്കരണത്തിലെ സംതൃപ്തിയാണ്. തിരസ്കരണത്തിലെ സംതൃപ്തി. യേശാവിനെ യാക്കോബ് കുറെ സമ്മാനങ്ങൾ കൊടുത്തു വിട്ടു. യാക്കോബിനോട് യേശാവ് ചോദിച്ചു, സഹോദര, ആ മുമ്പിൽ പോയതൊക്കെ എന്താണ്? അപ്പൊ പറഞ്ഞു, അത് യജമാനന് അടിയന്റെ വക ഒരു സമ്മാനമാണ്. യേശാവ് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ധാരാളമുണ്ട്. അച്ഛന്മാർ പറയത്തില്ലല്ലോ മതിയെന്ന്, പിന്നല്ലേ ഇടവക്കാർ. അച്ഛന്മാരെന്നോട് പിണങ്ങല്ലേ? നമ്മൾ പറയും. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കിപ്പോൾ പല വാച്ചുകളുണ്ട്. ഞാൻ ഈ അച്ഛന്മാരുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പം എനിക്ക് പല വാച്ചുണ്ട്. ഞാനിപ്പോൾ കൈ കെട്ടിയിരിക്കുന്ന വാച്ചല്ല, ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ പോകുമ്പം ഇടുന്നത്. അപ്പോൾ ഈ വാച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും തന്നെ. എൻ്റെ വഴുതക്കാടുകാരനൊരു വാച്ച് തന്നാൽ ഞാൻ വേണ്ടാന്ന് പറയുമോ? ഇമ്മണി പുളിക്കും. തത്ത വടമെടുക്കുകയല്ലെന്നേ. നമ്മൾ ഒന്നും ഈ സ്പോഞ്ചിൻ്റെ സ്വഭാവം അബ്സോർബ് ചെയ്തുള്ള പരിപാടിയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പുറത്ത് പോകണേ എന്ത് ചെയ്യണം? എക്സ്ക്യൂസ് ചെയ്യണം. അബ്സോർബ് ചെയ്ത് ശീലിച്ച കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. മതിയെന്ന് പറയാൻ നമുക്ക് മനസ്സ് വരില്ല, വേണ്ട എന്ന് പറയാൻ നമുക്ക് മനസ്സ് വരില്ല. യാക്കോബ് നൽകിയ സമ്മാനങ്ങളെ യേശാവ് നിരസിക്കുകയാണ്. അതിനവൻ പറയുന്ന കാരണം ശ്രദ്ധേയമാണ്. എനിക്ക് ധാരാളമുണ്ട്, എന്നെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു എന്ന് പറയാൻ യേശാവിന് മനസ്സായി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് പറയാൻ കഴിയുമോ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന്? പരാതിയല്ല വേറെ എന്തെങ്കിലും നമ്മൾ വെളിയിൽ പോയി പറയുമോ? അച്ഛനെ കാണുമ്പോൾ നമ്മൾ പറയുമോ എന്തുകൊണ്ട് വിശേഷം? ഓ ഇങ്ങനൊക്കെ പോന്നു. എപ്പോഴേലും പറയുമോ ദൈവം നടത്തുന്നെന്ന്? ദൈവം അനുഗ്രഹിച്ചെന്ന് പറയാനുള്ള മനസ്സ് യേശാവിനുണ്ടായി എന്നുള്ളതാണ്. എനിക്ക് ധാരാളമുണ്ടെന്ന് പറയാൻ യേശാവിനെ പ്രേരിപ്പിച്ചത് സംതൃപ്തിയുടെ ആത്മീയതയാണ്. യാക്കോബ് തൻ്റെ തെറ്റിൻ്റെ പരിഹാരമായി, വഞ്ചിച്ചതിൻ്റെ പരിഹാരക്രിയയായിട്ടാണ് ഈ സമ്മാനങ്ങൾ, ആടുമാടുകളെ, ഒട്ടകങ്ങളെ കാഴ്ചവെച്ചത്. എന്നാൽ അത് യേശാവ് നിരസിക്കുകയാണ്. ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ബോധമാണ് അത് നിരസിക്കാൻ യേശാവിനെ പ്രേരിപ്പിക്കുന്നത്. മറ്റുള്ളവന്റെ സമ്പത്തിനേക്കാൾ വലുത് ദൈവം തനിക്ക് നൽകിയതാണ് എന്ന് ചിന്തിക്കാൻ യേശാവിന് പ്രേരണയുണ്ടായി. അതാണ് യേശാവിനെ വ്യത്യസ്തനാക്കുന്നത്. ദൈവകൃപ ലഭിച്ച ഒരാൾക്ക് മാത്രമേ എനിക്ക് മതിയെന്നും വേണ്ട എന്നും പറയാൻ കഴിയുകയുള്ളൂ. ഈ സംതൃപ്തിയാണ് കലഹങ്ങളില്ലാതെയാക്കുന്നത്. കലഹങ്ങൾ ഇന്ന് അധികാരത്തിൻ്റെ കൊതിയുള്ള മനുഷ്യരാണ്. അത് രാഷ്ട്രീയത്തിലുമുണ്ട്, ആത്മീയതയിലുമുണ്ട്. ചിലരൊക്കെ അങ്ങ് കുഴിയിലേക്ക് കാലും നീട്ടിയിരുന്നാൽ പോലും അധികാരം വിട്ടുകൊടുക്കാത്തവരുണ്ട്. അധികാരത്തിന് വേണ്ടി എന്തും കളിക്കുന്ന ആളുകളുള്ളൊരു കാലത്തിലാണ് യേശാവ് പറയുന്നത് എനിക്ക് വേണ്ടെന്നേ, എനിക്ക് മതിയെന്നേ. സംതൃപ്തിയുടെ അനുഭവം അതാണ് കലഹത്തെ ഇല്ലാതെയാക്കുന്നത്. ദൈവം നൽകിയതിൽ സന്തോഷിക്കുന്നവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല. ദൈവം നൽകിയതിൽ സന്തോഷിക്കുന്നവർ മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല. ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഈ കാലത്ത് എനിക്ക് മതി എന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയ ഔന്നിത്യമാണ്. നമ്മൾ വിചാരിക്കുന്ന ഈ കൈയടിച്ച് പാട്ടൊക്കെ പാടി സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ പറയുന്നതാണ് ആത്മീയ ഔന്നിത്യമെന്നാണ്. ഭോഗ സംസ്കാരത്തിൻ്റെ, ഉപഭോഗ സംസ്കാരത്തിൻ്റെ കാലത്ത് മതി എന്ന് പറയുന്ന ഒരു ആത്മീയ ഔന്നിത്യമാണ്. മറ്റുള്ളവരെ ഔദാര്യത്തിലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരുതലിൽ സംതൃപ്തി കണ്ടെത്തണം. മറ്റുള്ളവരുടെ ഔദാര്യത്തിലല്ല, ദൈവത്തിൻ്റെ കരുതലിൽ സംതൃപ്തി കണ്ടെത്തണം. സമ്പത്തുള്ളവനല്ല, സംതൃപ്തിയുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഞാനത് ആവർത്തിക്കുകയാണ്. സമ്പത്തുള്ളവനല്ല, സംതൃപ്തിയുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കട്ടെ,
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ എന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നടപ്പ് ദ്രവ്യാഗ്രഹം കൂടാത്തതായിരിക്കണം, നമുക്കുള്ളത് മതിയെന്ന് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മളൊന്നും വിട്ടുകൊടുക്കാത്ത ആൾക്കാർ. എനിക്ക് മലങ്കര കത്തോലിക്ക സഭയിൽ ഒരു അടുത്ത സ്നേഹിതനുണ്ട്, ഫാദർ മാത്യൂസ് തടത്തിൽ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലത്തൊരിക്കൽ ഞാനും എൻ്റെ ശുശ്രൂഷകനും കൂടി അദ്ദേഹത്തെ കാണാൻ പോയി. പേടിക്കേണ്ട, പെട്ടെന്ന് അവസാനിക്കും, സമയത്തിനുള്ളിൽ അവസാനിക്കും. അദ്ദേഹത്തെ കാണാൻ പോയി. കുറേ നേരം ഇരുന്നതിന് ശേഷം പ്രാർത്ഥിച്ചു പോരാൻ തുടങ്ങുമ്പോൾ മാത്യൂസ് തടത്തേലച്ചൻ പറഞ്ഞു, അദ്ദേഹത്തെ പരിചയപ്പെടണം. അദ്ദേഹം ചൊറിച്ചുമല്ലി അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് താത്തൂസ് മടത്തേൽ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഗണിച്ചെടുക്കണം മാത്യൂസ് തടത്തേലിന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശുശ്രൂഷകൻ പോകല്ലേ, കപ്പിയരച്ചൻ പോകല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം അകത്തേക്ക് പോയി ഒരു വലിയ കവറ് കൊണ്ടുവന്ന് കപ്പിയരച്ചൻ്റെ കൊടുത്തു. അച്ഛൻ്റെ കാറിൽ വെച്ചേക്കാൻ പറഞ്ഞു. താക്കോല് മേടിച്ച് കപ്പിയരച്ചൻ കാറിലേക്ക് നടക്കുമ്പോൾ അച്ഛൻ ഓർമ്മപ്പെടുത്തി, ഇത് അച്ഛനുള്ളതല്ല കേട്ടോ, ഇത് കപ്പിയാരച്ഛനുള്ളതാണ്. അദ്ദേഹം കൊണ്ടുവച്ച് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ അകത്തേക്ക് പോയി അതിനേക്കാൾ കുറച്ചുകൂടി വലിയ കവറുമായി വന്നു. അദ്ദേഹം അത് എൻ്റെ നേരെ നീട്ടി. ഏശാവ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടച്ചോ, എൻ്റെ ഇടവക്കാരൊക്കെ സോപ്പ് ചീപ്പ് കണ്ണാടി ഇത് തുടങ്ങി എല്ലാ സാധനങ്ങളും തരുന്നതാണ്, എനിക്ക് വേണ്ട. അപ്പോൾ അച്ഛൻ എന്നെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. വേദപുസ്തകത്തിലെ പാഠമാണെങ്കിലും പലപ്പോഴും വായിച്ചതാണെങ്കിലും എൻ്റെ മനോമുഖരത്തിൽ കുറിച്ചിടാൻ ഇടയായത് അന്നാണ്. അന്ന് മാത്യൂസ് തടത്തേലച്ചൻ പറഞ്ഞു, സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കുന്നു എന്നേ ഉള്ള സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം വാങ്ങുവാനല്ല, കൊടുക്കാൻ കൂടി നാം പഠിക്കേണ്ടതുണ്ട്. സംതൃപ്തിയുടെ നിരാസങ്ങൾ അത് ചിലപ്പോഴെങ്കിൽ നമ്മുടെ നിരസിക്കപ്പെടുന്നതിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ആൻഡ് ഫൈനലി എന്താണ് യേശാവിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതം നൽകുന്ന ആത്മീയ ദർശനം? ദ ഫൈനൽ വേർഡ് നമുക്ക് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാഴ്ചപ്പാടിലെ മാറ്റമാണ്. ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് എന്നോ ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ് എന്നോ നമുക്ക് പറയാം. അത് രണ്ടുമായാലും കുഴപ്പമില്ല, സംവാട്ട് സിമിലറാണ് അത്. അപ്പോൾ പെരുമാറ്റത്തിലെ കാഴ്ചപ്പാടിലെ മാറ്റം എന്താണ്? യാക്കോബ് ഏശാവ് കൂടിക്കാഴ്ചയിലെ ഈ കാഴ്ചപ്പാടിൻ്റെ മാറ്റം. ഏശാവിനെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് തൻ്റെ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്ത യാക്കോബ് യാവോക്ക് കടവിൻ്റെ തീരത്ത് ഏകനായി തീർന്ന രാത്രി, ദൈവത്തെ അഭിമുഖീകരിച്ച രാത്രി, തൻ്റെ ജീവിതത്തെ ഏറ്റുപറഞ്ഞ രാത്രി, ആ രാത്രിയാണ് യാക്കോബിന്റെ ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചത്. ആ രാത്രിയാണ് യാക്കോബിന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, കാലങ്ങളായി ദൈവവചനം പ്രഘോഷിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുന്നവരാണ് നാം. നമ്മുടെ കാഴ്ചപ്പാടിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നെന്നും മനസ്സിൽ കുറിച്ചല്ലേ നാം ഇങ്ങനെ പ്രജുഡിസ്ഡ് ആയിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവം യാക്കോബിന് ഇടപെട്ടതുപോലെ നമ്മോടും ഇടപെടാൻ നാം പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പരിവർത്തനം സംഭവിക്കുകയുള്ളൂ. യാക്കോബിനോട് ദൈവത്തിന്റെ ദൂതൻ ആ രാത്രി ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്ത്? കളങ്കമില്ലാതെ, കറയില്ലാതെ, കള്ളത്തരമില്ലാതെ അവിടെ ഈ യാക്കോബ് പറഞ്ഞു, ഞാൻ ഉപായിയാണ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ് എന്നവൻ സമ്മതിച്ചു. ഇതേ ചോദ്യം അവന്റെ കാതിൽ അലയടിക്കുന്നുണ്ട്. 20 കൊല്ലം മുമ്പ് ഒരു പടുവൃദ്ധൻ, കണ്ണു കാണാൻ കഴിയാത്ത ഒരു വൃദ്ധൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ഏശാവെന്നാണ്. അപ്പൻ പറഞ്ഞു, നിന്റെ ശബ്ദം യാക്കോബിന്റെ ശബ്ദമാണ്, നിന്റെ മണം, നിന്റെ ഗന്ധം ഏശാവിൻ്റെതാണ്. ഇന്ന് ഏശാവിന്റെ ഗന്ധവും യാക്കോബിന്റെ മണവുമായി നടക്കുന്ന, യാക്കോബിന്റെ ശബ്ദവുമായി നടക്കുന്ന അനേകം മനുഷ്യരുണ്ട് എന്നത് നാം വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് 20 കൊല്ലം മുമ്പ് ചോദിച്ച ചോദ്യം അവന്റെ കാതിൽ, അവന്റെ ഹൃദയത്തിൽ ചങ്കിൽ അലയടിച്ചപ്പോ അവൻ പറഞ്ഞു, എൻ്റെ പേര്, മൈ നെയിം ഈസ് ജേക്കബ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അന്ന് രാത്രി അവന്റെ പേര് മാറ്റപ്പെട്ടു. ഈ രാത്രി നമ്മുടെ പേര് മാറ്റപ്പെടണം. അന്ന് രാത്രി അവന്റെ പേര് മാറ്റപ്പെട്ടു. യു വിൽ ബി called as Israel. നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്ന് അറിയപ്പെടും. അന്ന് അവന്റെ സ്വഭാവം മാറ്റപ്പെട്ടു. His nature was changed. അവന്റെ സ്വഭാവം മാറ്റപ്പെട്ടു. മാത്രമല്ല അവന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു എന്നുള്ളതാണ്. We should face the Lord alone
for a change in our very nature. നമ്മുടെ സ്വഭാവം മാറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവമുഖത്തേക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കാൻ നമുക്ക് സാധിക്കണം. ദൈവമുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. ഇന്ന് നാം ദൈവമുഖത്തേക്ക് നോക്കാത്തത് കൊണ്ടാണ് സകലരെയും ഭയപ്പെടുന്നത്. ഇന്ന് നമുക്ക് ഭയമാണ്, അധികാരത്തെ ഭയമാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഭയമാണ്, സഹവിശ്വാസികളെ ഭയമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാം ഇതുവരെ ദൈവമുഖത്തേക്ക് നോക്കിയിട്ടില്ല. ദൈവമുഖത്തേക്ക് യാക്കോബ് നോക്കിയപ്പോൾ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്നുള്ളതാണ്. ദൈവത്തെ അഭിമുഖീകരിച്ചപ്പോൾ യാക്കോബിലുണ്ടായ മാറ്റങ്ങൾ വിസിബിൾ ആണ്. വി ക്യാൻ സീ വിസിബിൾ ചേഞ്ചസ് ഇൻ ഹിസ് ലൈഫ്. എന്തൊക്കെയാണെന്ന് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാം, he bowed down before his brother. അവൻ തന്റെ സഹോദരന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഒന്നാമത്തെ ചേഞ്ച് അതാണ്. ഇതിനു മുൻപ് അവൻ ചെയ്തത് എന്താണ്? ചേട്ടനെ കളിപ്പിച്ച്, അപ്പനെ കളിപ്പിച്ച്, അമ്മായിയപ്പനെയും കളിപ്പിച്ച പാർട്ടിയാണ് പുള്ളി എന്നത് ഓർത്തിരിക്കണം. എന്നാൽ ഇന്ന് he bowed down before his brother. അവന്റെ സഹോദരന്റെ മുൻപിൽ അവൻ തലവണക്കുകയാണ്. അവൻ പറയുന്നു, ഞാൻ നിന്നെ ആദരിക്കുന്നു, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കുണ്ടാകേണ്ട പരമപ്രധാനമായ കാര്യം നാം മറ്റുള്ളവരോട് ബഹുമാനത്തോട് ഇടപെടണം, മറ്റുള്ളവരെ ആദരിക്കണം, അംഗീകരിക്കണം എന്നുള്ളതാണ്. രണ്ട്, he addressed his brother as Lord. അപ്പോൾ തന്റെ സഹോദരനെ അവൻ യജമാനൻ എന്ന് വിളിച്ചു. ജ്യേഷ്ഠാവകാശം മേടിച്ച പാർട്ടിയാ, തട്ടിപ്പറിച്ച പാർട്ടിയാ. പക്ഷെ ഇപ്പൊ വിളിക്കുന്നത് ലോർഡ്. നീ എൻ്റെ യജമാനനാണ്, നീ എൻ്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളതാണ്. മൂന്നാം, he saw his brother's face like the face of God. അവൻ തന്റെ സഹോദരന്റെ മുഖം ദൈവമുഖമായി കണ്ടു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറ്റമുണ്ടായോ എന്നറിയാൻ ലിറ്റ്മസ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന പോലെ ഒരു ടെസ്റ്റ് ഈ രാത്രി ചെയ്താൽ മതി. സഹോദരൻ്റെ മുഖത്ത് ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ സഹോദരനെ വിളിക്കുന്നത് മാറ്റം വരും. ഇപ്പം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. നമ്മൾ വിളിക്കുന്നത് എന്താ, നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചാൽ മതി, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സഹോദരൻ്റെ മുഖത്ത് ദൈവമുഖം കണ്ടു. 4, എന്താണ് അവന് സംഭവിച്ച മാറ്റം? He was ready to grant rather than grasp. He was ready to grant rather than grasp. എല്ലാം പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ, എല്ലാം പിടിച്ചു പറ്റുന്നതിനേക്കാൾ പങ്കുവയ്ക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കണം, യാക്കോബിന്റെ ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ അനുഭവമാണ്. വീണ്ടും നമ്മൾ കാണുന്നു എന്താണ് യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച അടുത്ത ചേഞ്ച്. He counted his blessings as God's grace. അവൻ തൻ്റെ അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ കൃപയായി കണ്ടു എന്നുള്ളതാണ്. അതുവരെ എൻ്റേത്, അമ്മായിയപ്പനായ ലാബാന്റെ വീട്ടിൽ ആടുകളെ അടിച്ചു മാറ്റാൻ പുള്ളി കാണിച്ച ഒരു തന്ത്രമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വേദോസം വായിച്ചാൽ സമയം പോയത് കൊണ്ടാണ്. അപ്പോൾ പുള്ളി അവിടെ തന്ത്രം കാണിച്ച ആരോഗ്യമുള്ളതും നല്ലതുമായ ആടുകളെ ഒപ്പിച്ചെടുത്തത്. ഈ നമ്മുടെ ഒരു കവി നാരായണത്തു ഭ്രാന്തൻ എന്ന കവിതയിൽ മധുസൂദനൻ നായർ പാടുന്നുണ്ട്. അവർ തങ്ങളിൽ മുഖത്തു തുപ്പും, പിന്നെ നമ്മൾ ഒന്നെന്ന് ചൊല്ലും ചിരിക്കും. അന്നത്തെ അന്നത്തിന് അന്യന്റെ ബന്ധങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും. പിണ്ടം പിതൃക്കൾക്ക് വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്ന് എണ്ണി മാറ്റുമെന്ന് മധുസൂദനൻ നായർ സുന്ദരമായി പാടിയിട്ടുണ്ട്. യാക്കോബ് ഒരു കാലത്ത് തൻ്റെ സഹോദരനെ കളിപ്പിച്ചവനാണ്, തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വയം നേടിയെടുത്തതാണ്. പക്ഷെ ഇവിടെ he counted his blessings as a grace of God. ദൈവത്തിന്റെ കൃപ കടാക്ഷമായി മനസ്സിലാക്കുകയാണ്. അവൻ അവിടെ പറയുന്നുണ്ട്, യേശാവ് ചോദിച്ചു എന്താണ് അതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവം അടിയന് നൽകിയ മക്കളാണ്, ദൈവം അടിയന് നൽകിയതാണ്. അടുത്തത് എന്താണ് ഈ കാഴ്ചകൾ? അവിടെ അവൻ പറയുന്നു, അത് ദൈവം എന്നോട് കൃപ കാണിച്ചതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതകാലം മുഴുവൻ എല്ലാം അപഹരിച്ചവനാണ്, ബലമായി കൈക്കലാക്കിയവനാണ് യാക്കോബ്. കണ്ടുവച്ചതും കൈക്കലാക്കാൻ എന്ത് നെറുകേടും നടത്തിയവന്റെ പേരാണ് യാക്കോബ്. ജ്യേഷ്ഠാവകാശം മുതൽ ലാബാന്റെ ഭവനത്തിലെ സ്വത്ത് കവർന്നെടുക്കുന്നത് വരെ അതിലെല്ലാം ഒരു ജേക്കബ്സ് ടച്ച് നമുക്ക് കാണാൻ കഴിയും. ചിലരെ കുറിച്ച് പറയും, നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ ഒരു ഇന്നർ ഡാഷ് ടച്ച്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ പേര് ചേർത്ത് പൂരിപ്പിച്ചാൽ മതിയേ. അപ്പം നമ്മൾ അതിലൊക്കെ ഒരു ജേക്കബ്സ് ടച്ച് കാണും. ഇവിടെ അതെല്ലാം ഉണ്ടായിരുന്നു ഈ പുള്ളിക്ക് എന്നുള്ളതാണ്. പക്ഷേ പെനിയേലിന്റെ അനുഭവം യാക്കോബിനെ പരിവർത്തനം ചെയ്തു. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും ഹൃദയപൂർവ്വം വിളിച്ചു പറയട്ടെ, ഒരു പെനിയേലിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആ പെനിയേലിൻ്റെ അനുഭവം മാത്രമേ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ. ആ പെനിയേലിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സഹോദരനോട് യാക്കോബ് പറയുന്നു, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം വാങ്ങണമേ.
ഞാൻ നിന്റെ മുഖം ദൈവമുഖം പോലെ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ മുറിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവന് മുൻപിൽ താഴാൻ സാധിക്കൂ. ദൈവത്തിൻ്റെ മുൻപിൽ യാക്കോബ് മുറിക്കപ്പെട്ട രാത്രിയാണ് പെനിയേലിൻ്റെ രാത്രി. അതുകൊണ്ടാണ് ഇന്ന് യാക്കോബ് യേശാവിൻ്റെ മുൻപിൽ വിനയാന്യുതനായി താഴുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജ്യേഷ്ഠനെയും അപ്പനെയും കളിപ്പിച്ചു കിടന്ന രാത്രി ഹാരാനിലേക്കുള്ള യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സന്ധ്യയായി എന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പനെയും ജ്യേഷ്ഠനെയും കളിപ്പിച്ചു പോയ രാത്രി അവൻ്റെ സൂര്യൻ അസ്തമിച്ച രാത്രിയാണ്. നമ്മൾ ഓർത്തിരിക്കണം, മറ്റുള്ളവനെ കളിപ്പിച്ചു പോകുമ്പം തൽക്കാലത്തേക്കൊക്കെ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന രാത്രിയാണത്. എന്നാൽ പെനിയേൽ കടന്നു പോകുമ്പോൾ വളരെ സുന്ദരമായൊരു വാചകം രേഖപ്പെടുത്തി. അപ്പോൾ പ്രഭാതമുദിച്ചു. യാക്കോവിൻ്റെ ജീവിതത്തിൽ പരിവർത്തനത്തിന് തയ്യാറായപ്പോൾ അവൻ്റെ നീതി സൂര്യൻ വീണ്ടും ഉദിക്കുകയാണ്. നമുക്കിവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവവചനത്തിന് കാതോർത്ത നിങ്ങളോട് എനിക്കുള്ള സന്തോഷം അറിയിക്കട്ടെ. എന്താണ് ഏശാവ് യാക്കോബ് കൂടിക്കാഴ്ചയിൽ സംഭവിക്കുന്ന ആത്മീയ പാഠങ്ങൾ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ രാത്രി ഒരുമിച്ച് ചിന്തിച്ചത്. ഒന്ന്, വിനയത്തോടെയുള്ള സമീപനം, അപ്രോച്ച് വിത്ത് ഹ്യൂമിലിറ്റി. നമ്മളിവിടെ നിന്നിറങ്ങുമ്പോൾ മനുഷ്യരെ വിനയത്തോടെ സമീപിക്കുവാൻ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട്, ക്ഷമയുടെ ആലിംഗനങ്ങൾ, എംബ്രൈസ് ഓഫ് ഫോർഗീവ്നെസ്. ഇന്ന് നമ്മൾ ആരോട് പിണങ്ങിയിരി ഒന്ന് കെട്ടിപ്പിടിക്കണം, അവിടെ തീരും നമ്മുടെ പക. ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. എൻ്റെ അപ്പൻ മരിക്കുന്നത് അപ്പയ്ക്ക് 42 വയസ്സുള്ളപ്പോഴാണ്. അന്ന് എൻ്റെ അമ്മയ്ക്ക് 34 വയസ്സ്, എൻ്റെ പെങ്ങൾക്ക് 11 വയസ്സ്, എനിക്ക് 9 വയസ്സ്. സിക്കിമിലാണ് അപ്പ മരിച്ചത്. കാലിംപോങ് കാത്തലിക് ചേർച്ചിലാണ്, സെൻറ്റ് മേരീസ് കാത്തലിക് ചേർച്ചിലാണ് എൻ്റെ അപ്പനെ അടക്കിയത്. അവസാനം കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ മനുഷ്യരാണ് ഞങ്ങൾ. എന്നാൽ ഞാൻ പറയട്ടെ, വീണ്ടും എല്ലാം സുന്ദരമായെന്ന് തോന്നിയപ്പോൾ എൻ്റെ സഹോദരിക്ക് 38 വയസ്സുള്ളപ്പോൾ അളിയൻ 44-ാം വയസ്സിൽ ഈ ലോകത്തോട് മലേഷ്യയിൽ വെച്ച് യാത്ര പറഞ്ഞു. അത് ഓൾമോസ്റ്റ് ഒരു സിമിലാരിറ്റി ഉണ്ട്. എൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിച്ചത്. എൻ്റെ സഹോദരി ഭർത്താവ് ഹാർട്ട് അറ്റാക്കായിട്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കൊച്ചു ജീവിതമാണ്. വി ഓൾ ഹാവ് എ ഷോർട്ട് ലൈഫ് ഹിയർ ഓൺ ദിസ് എർത്ത്. മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വിത്ത് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വിത്ത് അവർ ഫാമിലി. മറന്നു പോകരുത്. മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വിത്ത് അവർ ലോർഡ്. അതുകൊണ്ട് ഈ രാത്രി ക്ഷമയുടെ ആലിംഗനങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത് നാം ചിന്തിച്ചത് തിരസ്കരണത്തിലെ സംതൃപ്തിയാണ്. കണ്ടന്റ്മെന്റ് ഇൻ റിജക്ഷൻ. നിരസിക്കുന്നതിലൊരു സംതൃപ്തിയുണ്ട്. എനിക്ക് മതി, എനിക്ക് ധാരാളമുണ്ട്, ദൈവം അനുഗ്രഹിച്ചെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. 4, നമ്മൾ പറഞ്ഞ കാഴ്ചപ്പാടിലെ മാറ്റമാണ്. ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ്, അതർവൈസ് ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം വരട്ടെ. അത് നമുക്ക് സൗഖ്യം തരും, അത് നമ്മെ അനുഗ്രഹത്തിൻ്റെ വഴിയിൽ നടത്തും, അത് നമ്മുടെ ബന്ധങ്ങളെ ഈടുറ്റതാക്കും, അത് ഐക്യത്തിലേക്ക് നമ്മെ നയിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമയോടെ എന്നെ ശ്രവിച്ച നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോട് ഒത്തിരി സ്നേഹമുണ്ട്. ഇവിടുത്തെ പ്രിയപ്പെട്ട തിരുമേനിയോട് എനിക്കൊരു സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ CSI സഭ എന്നെ വളരെ കൂടുതൽ സ്നേഹിച്ചൊരു സഭയാണ്. പ്രത്യേകിച്ച് സൗത്ത് കേരള ഡയോസിസ്. സൗത്ത് കേരള ഡയോസിസിലെ മിക്കവാറും എല്ലാ പള്ളികളിലും പോയി ഒരു പ്രസംഗമെങ്കിലും ചെയ്യാനുള്ളൊരു അവസരം, ദൈവവചനം പ്രഘോഷിക്കാനുള്ള അവസരം ഈ സഭ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സഭയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്നും ഈ പ്രകാരം ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് അനുവാദം നൽകിയ അഭിയൻ തിരുമേനിയോട്, പ്രിയപ്പെട്ട അച്ഛന്മാരോട്, സെക്രട്ടറിയോട്, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള സന്തോഷവും ആദരവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ പ്രസംഗം അവസാനിപ്പിക്കുമ്പം ഒരു കൊച്ചു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. ആ വാചകത്തോടെ നിർത്തുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മേ ഗോഡ് ബ്ലസ് us all. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം. യേശാവിനെയും യാക്കോബിനെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഹല്ലേലൂയ നീ ഒരു അവസരം തന്നതുകൊണ്ട് സ്തുതി കർത്താവേ. യേശാവിനെ പോലെ യാക്കോബിനെ പോലെ ഞങ്ങളും കർത്താവേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ വീഴ്ചകൾ വരുത്തിയവരാണെന്ന് സമ്മതിക്കുന്നു. വിനയത്തിൻ്റെ പാതയിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്ഷമയുടെ ആലിംഗനം നൽകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സംതൃപ്തിയുടെ നിരാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾക്ക് തുണയ്ക്കണം കർത്താവേ. ഞങ്ങളുടെ പെരുമാറ്റങ്ങളിൽ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. എത്രയോ കാലമായി ചിലരോട് ഞങ്ങൾ ക്ഷമിക്കാതെ ഇരിക്കുന്നവരാണ്. എത്രയോ കാലങ്ങളായി ചിലരോട് പൊറുക്കാതെ ഇരിക്കുന്നവരാണ്. തമ്പുരാനെ, വൈരാഗ്യത്തിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ അനുഭവങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. ഈ രാത്രി ഈ വചനം ഞങ്ങളോട് പറയുന്നു, നീ പൊറുക്കുവാൻ തയ്യാറാകണം. അത് നിനക്ക് സൗഖ്യം നൽകും, അത് നിനക്ക് ശാന്തി നൽകും, നിന്റെ ബന്ധങ്ങൾ അനുഗ്രഹമാകും. തമ്പുരാനെ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും
അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്കായി, ഈ സൗത്ത് കേരള ഡയോസിന്റെ ഔദ്യോഗിക ചുമതലക്കാർക്കായി ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി, മാതാപിതാക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, കർത്താവെ ഞങ്ങളുടെ യൗവനക്കാർക്കായി, ഞങ്ങളുടെ ഗായക സംഘത്തിനായി നന്ദിയോടെ സ്തോത്രം. മനോഹരമായി പാടാൻ ദൈവം അവരെ സഹായിച്ചല്ലോ. തുടർന്നും ശക്തീകരിക്കണമേ. നാളത്തെയും മറ്റന്നാളത്തെയും മീറ്റിങ്ങുകളിൽ ദൈവകൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ മടക്ക യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഈ രാത്രി സ്വസ്ഥമായ വിശ്രമവും ശാന്തമായ നിദ്രയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കാവൽ മാലാഖമാരാൽ ഞങ്ങളെ കാത്തുമറയ്ക്കണം. ദുസ്വപ്നങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും സാത്താനടുത്ത പോരാട്ടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും വിടുവിക്കണം. തിരുഹിതമെങ്കിൽ അടുത്ത പ്രഭാതം ഉണർന്നെഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത രംഗങ്ങളിൽ ഇടപെടുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.